അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആക്രമണത്തിൽ ഇറാൻ ഏതാണ്ട് പൂർണ്ണമായും തകർന്നടിഞ്ഞു. ഏറ്റവും വലിയ നഷ്ടമുണ്ടായത് $95 ബില്യൺ ഇറാന്റെ ഭൂമിക്കടിയിലേക്ക് താഴ്ന്നുപോയി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 9 ലക്ഷം കോടി രൂപ മണ്ണിനടിയിൽ അമേരിക്ക കുഴിച്ചുമൂടി എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ 37 വർഷമായി ഇറാൻ ഭരിക്കുന്ന പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമനയുടെ സമ്പാദ്യമാണ് ഈ 9 ലക്ഷം കോടി രൂപ എന്നുള്ളത്. അതായത് $95 ബില്യൺ ആസ്തിയുണ്ട്. മകൻ മുജ്തബ ഖമേനിക്ക് വിവിധ രാജ്യങ്ങളിലായിട്ട് 1000 കോടി രൂപയുടെ ആസ്തിയുണ്ട്. അപ്പോൾ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായിട്ടും തകർത്ത് ഇനി ഒരു ഉയർന്നുവരവ് ഉണ്ടാകാത്ത രീതിയിലുള്ള ആക്രമണമാണ് അമേരിക്ക നടത്തുന്നത്. എന്നാൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ ഇറാൻ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് സൈപ്രസിലേക്ക് ഇറാൻ ആക്രമണം നടത്തി. അതായത് ഭൂമിശാസ്ത്രപരമായി ഇറാനോട് അടുത്ത് കിടക്കുന്ന സൈപ്രസ് ദ്വീപ് ബ്രിട്ടന്റെ ഒരു താവളമായിരുന്നു. ഈ ബ്രിട്ടന്റെ സൈനിക താവളം താൽക്കാലികമായി അല്ലെ ഭാഗികമായി അമേരിക്ക ഉപയോഗിച്ചു. അതിനുള്ള തിരിച്ചടി എന്ന നിലയിലാണ് ഇപ്പോൾ സൈപ്രസിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതായത് എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ സൈപ്രസിനെ ആക്രമിച്ചുകൊണ്ട് യൂറോപ്യൻ യൂണിയനെ കൂടെ ഈ സംഘർഷത്തിലേക്ക് വലിച്ചിഴയ്ക്കാനാണ് ഇപ്പോൾ ഇറാൻ ലക്ഷ്യമിടുന്നത്. നിലവിൽ അമേരിക്കയുടെ ഈ പറയുന്ന സാമന്ത രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന ഗൾഫ് മേഖലയിലെ എല്ലാ രാജ്യങ്ങൾക്കും നേരെ ഇറാൻ ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. കുവൈറ്റിൽ അവിടുത്തെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ തകർത്തു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു. ഇസ്രയേലിൽ 9 പേരാണ് ഇറാന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചപ്പോൾ ഇസ്രയേലിലെ അയൺ ഡോമിന് അതിനെ പ്രതിരോധിക്കാൻ സാധിച്ചില്ല എന്ന വളരെ ഗുരുതരമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയായിട്ടും ഇറാനിൽ ഇപ്പോൾ ജനങ്ങളെല്ലാം തന്നെ ഒന്നിക്കുന്ന ഒരു കാഴ്ച. കാരണം അവിടുത്തെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമനയുടെ പല നിലപാടുകളോടും മതപരമായ നീക്കങ്ങളോടും എതിർപ്പുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ വിഘടിച്ച് നിന്ന ഈ ജനത അവരുടെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടതോടെ ഒന്നിച്ചുകൂടി എന്ത് വില കൊടുത്തും തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയും അമേരിക്കയ്ക്ക് തിരിച്ചടി നൽകണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഷിയ വംശജർ കൂടെയുള്ള ഇറാഖിലും പാകിസ്ഥാനിലും ഇതിന് സമാനമായ സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പാകിസ്ഥാനിൽ ഷിയ വിഭാഗങ്ങൾ ഒത്തുകൂടിയിട്ട് US-ന്റെയും UN-ന്റെയും ഓഫീസുകൾ അടിച്ചു തകർത്തു. സംഘർഷത്തിൽ 20 പേർ ഇപ്പോൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. 200ഓളം പേർക്ക് പരിക്കേറ്റു. ഇറാഖിലും ഇതിന് സമാനമായ സംഘർഷങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെയാണെങ്കിലും ഇനി ഇറാനെ ആര് നയിക്കുമെന്നുള്ള ചർച്ച വളരെ ഗൗരവമായി മുന്നോട്ട് പോകുന്നു. അങ്ങനെയാണ് അവിടുത്തെ അയത്തുള്ള അലി റീസ അറാഫി എന്ന് പറയുന്ന ആള് ഈ അയത്തുള്ള അലി ഖമനയുടെ പിൻഗാമിയായി വരുമെന്നതിന്റെ വ്യക്തമായ സൂചന പുറത്തു വരുന്നത്. ഇദ്ദേഹം മുതിർന്ന പുരോഹിതനാണ്, ഗാർഡിയൻ കൗൺസിൽ അംഗവുമാണ്. അതായത് അടുത്ത പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള സുപ്രധാന കൗൺസിലായ ഗാർഡിയൻ കൗൺസിൽ അംഗമായിട്ടുള്ള അയത്തുള്ള അലി റീസ അറാഫിക്ക് ഇപ്പോൾ ഈ 3 അംഗ സമിതിയുടെ ഒരു ചുമതല കൊടുത്തു. 3 അംഗ സമിതി എന്ന് പറഞ്ഞാൽ നിലവിലുള്ള പ്രസിഡന്റായ മസൂദ് പെസഷ്കിയാൻ, അവിടുത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ഖോലം ഹുസൈൻ മഹ്സായി ഇജയ് എന്നിവരടങ്ങുന്ന 3 അംഗ സമിതി. ഇതിന് ശേഷമായിരിക്കും ഔദ്യോഗികമായിട്ട് അയത്തുള്ള അലി ഖമനയുടെ പിൻഗാമിയായിട്ട് ഈ പറയുന്ന അറാഫിയെ അവരോധിക്കാനുള്ള സാധ്യത നിൽക്കുന്നത്. 1959-ലാണ് അറാഫി ജനിച്ചത്. 11-ാമത്തെ വയസ്സിൽ ഖൂമിൽ പഠനത്തിനായിട്ട് പോയതിനു ശേഷം ഇദ്ദേഹം പിന്നീട് തിരിച്ചു വന്നു. 1989-ൽ അയത്തുള്ള അലി ഖമനെ ഇറാന്റെ പരമോന്നത നേതാവായതിനു ശേഷം അറാഫിക്ക് പടിപടിയായിട്ട് പദവികൾ ലഭിച്ചുകൊണ്ടേയിരുന്നു. 1992-ൽ 33-ാമത്തെ വയസ്സിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകാനായിട്ട് ഖമനയെ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ എത്രത്തോളം ഇദ്ദേഹം വിശ്വസ്തനായിരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. നിലവിൽ ഈ ഖമനെ എന്ന് പറയുന്ന ഭരണാധികാരി ഇറാന്റെ സമ്പദ് വ്യവസ്ഥ മുഴുവൻ ഏതാണ്ട് കൈയടക്കി വെച്ചിരുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. അതുകൊണ്ടാണ് അമേരിക്കയുടെ ആക്രമണത്തിൽ ഈ 9 ലക്ഷം കോടി രൂപ മണ്ണിനടിയിലേക്ക് പോയി എന്ന് പറയേണ്ടി വരുന്നത്. ഈ ഖമനെ അധികാരമേറ്റതിന് ശേഷം ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആ പ്രത്യേക സൈനിക വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു ഇറാൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ ബലത്തിൽ ഇറാനിലെ പരമോന്നത അധികാരിയായിട്ടുള്ള ഖമനയി അവിടുത്തെ രാഷ്ട്രീയ കാര്യങ്ങൾ, മതപരമായ കാര്യങ്ങളിൽ, പ്രതിരോധ കാര്യങ്ങളിൽ, വ്യവസായത്തിൽ, അതുപോലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇതിലെല്ലാം തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തി. അങ്ങനെ 37 വർഷം ഇറാനെ അടക്കി ഭരിച്ചപ്പോൾ ചെറിയ ചെറിയ വീഴ്ചകൾ ഉണ്ടായി. കാരണം ഹിജാബ് ധരിച്ചില്ല, അല്ലെങ്കിൽ ഈ ബുർഖ ധരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ചെറിയ പെൺകുട്ടികൾക്ക് നേരെ, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് നേരെയൊക്കെ വലിയ അതിക്രമങ്ങൾ, മതപീഡനങ്ങൾ ഒക്കെ നടത്തി എന്നുള്ളതാണ് ഇറാനിലെ ജനതയെ വിഘടിച്ച് നിർത്തിയ ഒരു ഘടകം. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവർ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന അവരുടെ പരമോന്നത നേതാവിനെ അമേരിക്ക കൊലപ്പെടുത്തി എന്നുള്ള അവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ പറയുന്ന CIA
കൃത്യമായിട്ട് അയത്തുള്ള അലി ഖമനയുടെയും അദ്ദേഹത്തിൻ്റെ ഭരണ വിങ്ങിൻ്റെയും ഒക്കെ നീക്കം കൃത്യമായി നിരീക്ഷിച്ചു വരികയാണ്. നമുക്കറിയാം കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇസ്രയേൽ അമേരിക്ക സഖ്യം ഈ പറയുന്ന ഇറാനെതിരെ പ്രത്യക്ഷമായ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നത്. ജൂണിൽ 12 ദിവസം നീണ്ടു നിൽക്കുന്ന യുദ്ധം ഉണ്ടായി. ആ യുദ്ധം ഉണ്ടായപ്പോഴും ഇസ്രായേൽ വിമാനങ്ങളാണ് ഇറാനെ കയറി ആക്രമിച്ചത്. ഇതിനുശേഷം എപ്പോൾ വേണമെങ്കിലും സംഘർഷം മൂർച്ഛിക്കാമെന്നൊരവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് ഒമാൻ മധ്യസ്ഥത പറയാനായിട്ട് വരികയും ഈ പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കപ്പെടുമെന്നുള്ള പ്രതീതി ഉണ്ടായത്. ഇതിനിടയിൽ കൃത്യമായിട്ട് അയത്തുള്ള അലി ഖമനയും മറ്റ് ഈ ഭരണ വിഭാഗത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഏതാണ്ട് 40ഓളം പേരുണ്ട്. ഇവരെല്ലാം കൂടി എല്ലാ ശനിയാഴ്ചയും യോഗം ചേരുമെന്ന് ഇവർ മനസ്സിലാക്കി. അങ്ങനെ വൈകുന്നേരം യോഗം ചേരുന്ന സമയത്ത് ഇവർ എല്ലാം കൂടി ഇരിക്കുന്ന പാസ്റ്റർ സ്ട്രീറ്റ്, അതായത് ടെഹ്റാനിലെ ഇവർ യോഗം കൂടുന്ന ആ സ്ഥലത്തിൻ്റെ പേരാണ്. അവിടേക്ക് ആക്രമണം നടത്താൻ അമേരിക്ക തീരുമാനിച്ചു. പക്ഷെ പിന്നീട് സമയം പെട്ടെന്ന് അമേരിക്ക മാറ്റുകയായിരുന്നു. കാരണം അന്ന് രാവിലെ ഇവർ യോഗം കൂടുന്നു എന്നുള്ള രഹസ്യ വിവരം അമേരിക്കയ്ക്ക് ലഭിച്ചു. അങ്ങനെ ഇറാനിൽ പുലർച്ചെ 6 മണിക്കാണ് ഇവർ യോഗം കൂടുന്ന 2 ബിൽഡിങ്ങുകൾക്ക് നേരെ 30ഓളം മിസൈലുകൾ വിക്ഷേപിച്ചുകൊണ്ടുള്ള ശക്തമായ ആക്രമണം അമേരിക്ക നടത്തിയത്. ഇതോടുകൂടി ഇറാൻ തകർന്നു. അങ്ങനെ 2019 ഇറാന്റെ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കാൻ അധികാരമുള്ള ഈ ഗാർഡിയൻ കൗൺസിൽ അംഗമായിട്ടുള്ള അറാഫ് അതിനകത്തുണ്ടായിരുന്നില്ല. അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെയാണ് അദ്ദേഹം ഇതിൻ്റെ ഒരു നിയന്ത്രണം ഏറ്റെടുക്കാനായിട്ട് ഇനി പോകുന്നത്. ഇപ്പോൾ കുവൈറ്റിലും അതുപോലെ തന്നെ ദുബായിലും ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നതിലൂടെ ഒരു കാര്യം വ്യക്തമാണ്: മിഡിൽ ഈസ്റ്റിനെ പൂർണ്ണമായിട്ടും തകർക്കുന്നു. അവരെല്ലാം തന്നെ അമേരിക്കയ്ക്ക് വിടുവേല ചെയ്യുന്നു. തങ്ങൾക്കൊപ്പം ഒരു മുസ്ലിം രാജ്യം പോലും നിൽക്കുന്നില്ല എന്ന് ഇറാൻ തിരിച്ചറിയുന്നുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന പാകിസ്ഥാൻ വലിയ വാദമൊക്കെ ഉന്നയിക്കും, സൗദി അറേബ്യ ഉന്നയിക്കും, പക്ഷേ ഇവരാരും വരുന്നില്ല. എന്തിന് തുർക്കി, എർദോഗൻ പോലും എവിടെയാണെന്ന് അറിയില്ല. ഇതാണ് ഇറാൻ പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ സുന്നി ഷിയ വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു തർക്കം അത് പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇറാൻ തങ്ങളെ സഹായിക്കാത്ത അറബ് രാജ്യങ്ങളെയും തീർക്കാനുള്ള ചില നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. ഹോർമൂസ് തുറമുഖത്ത് കൃത്യമായിട്ട് ഇറാൻ ബോട്ടുകൾ എത്തിക്കൊണ്ട് അവിടുത്തെ നിയന്ത്രണം കൈയടക്കി. അതുവഴിയുള്ള ഏതാണ്ട് 20% ലോക വ്യാപാരത്തിൻ്റെ എണ്ണ വ്യാപാരത്തിൻ്റെ 20% ഇറാൻ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. മാത്രമല്ല ഈ ഫെബ്രുവരി 28 ആരംഭിച്ച ഈ ആക്രമണം, ആ പരമ്പരയ്ക്ക് ഇറാൻ ശക്തമായ തിരിച്ചടി കൊടുക്കാൻ ഇതോടെ തീരുമാനിച്ചു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരിതമാകും. ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ച് ഈ ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയുടെ ആക്രമണം ഇസ്രായേലിന് നേരെയും ഉണ്ടാകുന്നു. അപ്പോൾ അവിടുത്തെ അയൺ ഡോം പരാജയപ്പെട്ടു. കൂടാതെ അമേരിക്കയുടെ USS എബ്രഹാം ലിങ്കൺ യുദ്ധക്കപ്പലിന് നേരെയും ഇറാൻ ആക്രമണം നടത്തിയെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഒരു കാര്യം വ്യക്തമാകുന്നു: ഈ ആക്രമണം ഉടനൊന്നും അവസാനിക്കില്ല, ഞങ്ങൾ ലക്ഷ്യം കാണുന്നവരെ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞാൽ ഒരു 4 ആഴ്ച വരെ യുദ്ധം മുന്നോട്ട് നീങ്ങാനുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇറാന്റെ സമ്പദ് വ്യവസ്ഥ തകരുന്നതിനോടൊപ്പം തന്നെ ലോകത്ത് എണ്ണവില, സ്വർണ്ണവില എല്ലാം തന്നെ കുതിച്ചുയരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെ പശ്ചിമേഷ്യ, അതുപോലെ തന്നെ ഈ മിഡിൽ ഈസ്റ്റ്, യൂറോപ്യൻ യൂണിയൻ എല്ലാവരും ഈ പറയുന്ന യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിക്കാൻ പോകുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം ഇത് തന്നെയാണ്: ഇറാനെ പൂർണ്ണമായിട്ടും മുടിക്കാതെ, മുച്ചൂടും നശിപ്പിക്കാതെ തങ്ങൾ ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറില്ല. ഗൾഫിൻ്റെ സാമ്പത്തിക മേഖലയുടെ പ്രധാനപ്പെട്ട നഗരങ്ങളായ ദുബായ്, അബുദാബി, അതുപോലെ തന്നെ ബഹ്റിൻ തുടങ്ങിയ പ്രധാന നഗരങ്ങളെല്ലാം തകർക്കാൻ ഇറാൻ ഇറങ്ങി പുറപ്പെട്ടാൽ ഇനി B2 ബസ്റ്റർ ബങ്കർ ബോംബുകൾ ഉൾപ്പെടെ ഉപയോഗിക്കും. അതാണ് ഇപ്പോൾ പറയുന്നത്. അവരുടെ പ്രധാനപ്പെട്ട മിസൈൽ ശേഖരങ്ങളെല്ലാം ഇറാൻ്റെ ഈ B2 ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക തകർത്തു എന്ന് അവകാശപ്പെടുന്നുണ്ട്. അമേരിക്കയ്ക്ക് നേരെ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാനും അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും സംഘർഷാവസ്ഥ കൂടുതൽ രൂക്ഷമായി മാറുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.